അങ്ങനെ ഉമ്മ വെച്ചൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ സിയാറാനോട് ചോദിക്കുന്നത് എവിടെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സിയാറ അയ്യോ ഞാനത് മറന്നുപോയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം അത് കളിയാക്കി പറയണമെന്ന്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ അതൊന്നും സാരമില്ല, നീ ആ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് സിയാറാൻ്റെ മിറ്റിൽ ഞാൻ ഒരു കൊടുക്കുന്നു. അപ്പോൾ സിയാറ ഒരു മിനിറ്റ് നിൻ്റെ സസ്പെൻസ് ഒന്നും വിടല്ലേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ ആ കാറിൻ്റെ അടുത്ത് പോയി അവളെ ബാഗിൽ നിന്ന് ഗിഫ്റ്റ് എടുക്കുന്നുണ്ട്. ആ സമയം ഞാൻ ആ ഗിഫ്റ്റിക്ക് എന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സിയാറ ആ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് നോക്കല്ല, ഞാൻ തരുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ യാൻഫെ ഓക്കെ ഇനി നോക്കൂല എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ലില്ലി യാൻഫയ്ക്ക് ആ ഗിഫ്റ്റ് നീട്ടുമ്പോൾ യാൻഫെ അത് ആശ്ചര്യത്തോടുകൂടി വാങ്ങി അത്ഭുതത്തോടുകൂടി തന്നെ അത് നോക്കാണ്. വിഷയം സ്റ്റാർസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ യാൻഫെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സിയാറാൻ പറയാണ് അല്ല ലില്ലിയ പറഞ്ഞ നിനക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതാ ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ യാൻഫെ ഭയങ്കര സന്തോഷത്തിൽ ഇത് നീ നിൻ്റെ കൈ കൊണ്ട് ചെയ്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയാറ പക്ഷേ ഇത് ശരിയായിട്ടൊന്നുമില്ല, ഫസ്റ്റ് ആയിട്ടല്ല ഞാനിത് ട്രൈ ചെയ്യണം, അതുകൊണ്ട് ഇത് ചെവിനെ ശരിയായൊന്നുമില്ല എന്ന് പറയും. അത് കേട്ട് യാൻഫെ ഭയങ്കര സന്തോഷത്തിൽ സിയാറാൻ്റെ കവിളിൽ നിർത്താതെ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പിന്നെ നിങ്ങനെയാണ് കാണിക്കുന്നത്, നിങ്ങൾ ലെമൺ കമ്പനിയിൽ ഇരുന്ന് തന്നെ എന്തോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നുണ്ട്. അത് ചെങ്ങിയാൻ എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. അവൻ വിളിച്ചിട്ട് ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ വരാം, നീ എപ്പോഴാണ് നാട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ആ ഫ്രണ്ടിനെ കാണാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ചങ്ങിയാനാണെങ്കിൽ ആദ്യമേ അവിടെ വന്ന് സീറ്റ് പിടിച്ചേർന്നേ. അപ്പം നിങ്ങൾ വന്നിട്ട് അവനോട് ചോദിക്കണം അയ്യോ കുറേ നേരമായി നീ വന്നിട്ട് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സൗഹൃദ സംഭാഷണത്തിൽ നിന്നിരിക്കുകയാണ്. ഈ ചെങ്ങിയാനെന്ന് വെച്ചാൽ ഭയങ്കര എളിമത്തുള്ള കുട്ടിയായിരുന്നേ. നിങ്ങനെ കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ എണീറ്റ് നിങ്ങിന് വേണ്ടി കസാരമൊക്കെ ഇട്ട് കൊടുത്ത് അവൾ അവിടെ ഇരുത്തിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. അതുപോലെ ഹോട്ടലിൽ ഫുഡ് ബുക്ക് ചെയ്യാനായിട്ട് അവളോടാണ് അഭിപ്രായമൊക്കെ ചോദിക്കുന്നത്. ഇവർ ഗ്ലോബൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ലെമൺ കമ്പനിയായിട്ട് ആദ്യം ഇവർ പാർട്ട്നേഴ്സ് ആയിരുന്നില്ലേ, എന്നിട്ട് അവർക്ക് എന്തോ ഫോൾട്ട് വന്നെന്ന് പറഞ്ഞിട്ട് സ്പോൺസറൊക്കെ ഇല്ലാണ്ടായത് ലെമൺ കമ്പനിക്ക്. ആ ഗ്ലോബൽ പിക്ചേഴ്സിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ട് ഇവൻ വന്നതായിരുന്നു. അവിടെ എന്തോ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കാരണം ആരോ ഒരാൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ ഓണറായിട്ട് കയറിയിട്ട് അവിടെ വന്ന പൈസ ഒക്കെ കട്ടുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ പറയുന്നുണ്ട് അമ്മ ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ അവളെയും കൊണ്ട് അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലില്ലിക്ക് ആകെ ചമ്മലായിട്ട് അവൾ ആ കാറിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ലാൻ്റെ വീട്ടിലെത്തിയിട്ടാ അവൻ്റെ അമ്മയും അച്ഛനും അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ലില്ലിലായി അവിടെ നിൽക്കുന്നു. ആദ്യം തന്നെ അവൻ്റെ അച്ഛനും അമ്മക്കും ലില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ലില്ലി എന്നാ പേര്, ഇവള് ബൈസിയാറാമിൻ്റെ ട്വിൻ സിസ്റ്ററാന്നൊക്കെ പറയുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അല്ല നിനക്ക് ആദ്യം ബൈസിയാറാമിനാണ് ഇഷ്ടം എന്നല്ല പറഞ്ഞിരുന്നത്, ഇപ്പം എന്താണ് അല്ലെങ്കിൽ നിനക്ക് രണ്ടുപേരെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ചിരിച്ചോണ്ട് അതല്ല, അത് ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ വെറുതെ പ്രേമ അഭിനയിച്ചിരുന്നതാ സിയാറാനായിട്ട്, ഇവളെ എനിക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നു. ലില്ലിയാണെന്ന് വെച്ചാൽ തല കുനിച്ച് ആകെ ചമ്മി നിൽക്കുകയാണ്. അപ്പം അമ്മ എണീറ്റിട്ട് ലില്ലിനോട് പറയാണ് നീ അങ്ങനെ എൻ്റെ ലാക്ക് പറ്റിയ പെണ്ണ് തന്നെയാണോ, എൻ്റെ ലാനെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല പെൺകുട്ടിയായിരിക്കണം, അല്ലാണ്ട് ഞങ്ങൾ അവരെ ആർക്കും കെട്ടിച്ചു കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മ ലില്ലിനെ വെറുതെ ട്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് ഞങ്ങളുടെ ലാബ് ഫാമിലിക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്രക്കും കപ്പാബിലിറ്റി ഒക്കെ വേണം, പിന്നെ ഞങ്ങൾക്ക് കുറേ ബിസിനസ്സൊക്കെ ഉണ്ട്, അപ്പോൾ അത് നോക്കി നടത്താനുള്ള ഇൻ്റലിജൻസും കപ്പാബിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കെട്ടിച്ചു തരുള്ളൂ, പോരാതെ മഹിമ എന്തായാലും വേണം എന്നൊക്കെ അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തല ഒണിച്ചിരുന്നിട്ട് ദൈവമേ ഇൻ്റലിജൻറ്റ് കപ്പാബിലിറ്റിയും എനിക്ക് ആദ്യമേ ഇല്ല, എനിക്കൊന്നും നോക്കി നടത്താനുള്ള കഴിവുമില്ല, ഫാമിലിയുടെ കാര്യമാണെങ്കിൽ അത് പറയേ വേണ്ട, ഇവരുടെ ഫാമിലിയുടെ 7 അയലത്ത് ഞങ്ങളുടെ ഫാമിലിനെ കിട്ടാൻ പറ്റില്ല, അത്രക്കും പോലെ ഫിനാൻഷ്യലി ഞങ്ങൾ ലോയാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ ആലോചിക്കുന്നുണ്ട് ഇനി 20 മില്യൺ തന്നിട്ട് എന്നോട് ലേന വിട്ടുപോകാൻ ഇവർ പറയുമോ, അപ്പം ഞാനത് വാങ്ങിയിട്ട് സന്തോഷമായിട്ട് പോകണോ അതോ ഇവരോട് തർക്കിച്ചിരിക്കണോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ലേക്ക് ആ കാര്യം മനസ്സിലായിട്ടില്ല, അവളെ ചേർത്ത് പിടിച്ചിട്ട് നീ പേടിക്കൊന്നും വേണ്ട കുഴപ്പമില്ല എന്ന് പറയുന്നു. തല പൊക്കി എൻ്റെ അച്ഛനോട് അങ്കിൾ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ ലാൻ്റെ അച്ഛൻ പറയാണ് അങ്കിളോ പപ്പാന്ന് വിളിക്കും മോളെ എന്ന് പറയുന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. അപ്പം ലില്ലിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ പപ്പ 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 എന്നിങ്ങനെ വിക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് ലില്ലിയുടെ വീട്ടിലാണേ അവളുടെ അമ്മ എന്തോ പഴയ ആൽബമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലില്ലി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ലില്ലിനെ കാണുമ്പോൾ തന്നെ അമ്മ ലില്ലി നീ വന്നാ ഇങ്ങോട്ട് വാ നിനക്കൊരു കാര്യം കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് വിളിക്കുന്നു. അവൾ അടുത്ത് ചെന്നിരിക്കുമ്പോൾ അമ്മ ഈ ആൽബം നോക്കുന്നത് അവൾ കാണുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടുകൂടി ആൽബം തിരിച്ച് നോക്കുമ്പോൾ ലില്ലി പണ്ട് ലാനോടൊരു ഓർഫനേജിലൊരു പയ്യൻ ഇവൾക്ക് എപ്പോഴും ഫ്രൂട്ട്സ് പൊട്ടിച്ച് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, ഇവൾ കുറേ നാൾ അന്വേഷിച്ച് നടന്നിരുന്ന ആ പയ്യനെ. അത് കേട്ടിട്ട്
ദേഷ്യപ്പെട്ടൊക്കെ പോയതന്ന് ആ പയ്യനും ലില്ലിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ അമ്മ ലില്ലിക്ക് കാട്ടിക്കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ലില്ലി ഭയങ്കര സന്തോഷത്തോടുകൂടി അത് എടുത്ത് നോക്കിയിട്ട് ഈ ഫോട്ടോ അമ്മയുടെ ഉണ്ടായിരുന്ന ഇതെന്ന് എന്നോട് പറയാതെ എന്നൊക്കെ ചോദിച്ച് അവൾ ഭയങ്കര സന്തോഷത്തോടുകൂടി അത് നോക്കും. അമ്മ ലില്ലിനോട് പറയാണ്, സൺഷൈൻ ഓർഫനേജിൽ എന്ത് രസമായിരുന്നില്ലേ എല്ലാവരും കൂടി. ഇപ്പോഴും ആ കാലമൊന്നും മറക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇതെടുത്ത് നോക്കാൻ കാരണേ ഓർഫനേജ് ഇപ്പോൾ പൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടത്. അവിടെ എന്തോ വലിയ ഷോപ്പിംഗ് മാൾ വരാൻ പോവാ, ഓർഫനേജ് വേറെ ഏതോ സ്ഥലത്തേക്ക് മാറ്റാൻ പോകണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലില്ലി ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. അവൾ ആ പഴയ ഓർമ്മ ഇങ്ങനെ പുതുക്കി കൊണ്ടുപോയി ഇരിക്കുന്നു. എന്നിട്ട് അമ്മ ഇത് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ലില്ലി ആ ഓർഫനേജിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ലില്ലി ആ ഓർഫനേജിലേക്ക് തന്നെ നോക്കി എന്നിട്ട് ഇത്ര നല്ല ഓർഫനേജ് കാലത്ത് എപ്പോഴും ഇതിൽ നിന്നായിരുന്നു ഫ്രൂട്ട്സ് പൊട്ടിച്ച് തിന്നായിരുന്നു. അതിന് ഭയങ്കര മധുരമൊക്കെ ആയിരുന്നു. ആ മരം കണ്ടിട്ട് ലില്ലി അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലില്ലി എന്നിട്ട് ആ മരത്തിന് തന്നെ നോക്കി എന്നിട്ട് നീ ഇപ്പോഴും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നിന്നെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയാണ്, എനിക്കറിയാം നീ ബൈസിയാറാമല്ലേ, ഫേമസ് പ്രൊഡ്യൂസറായ ബൈസിയാറാനെ ആരാ അറിയാത്തേ, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയുന്നു. അത് ലില്ലി ആണെങ്കിൽ അത് തിരുത്താനും നിന്നില്ല. അവൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഒന്നുമില്ലാതെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെങ്ങിയാൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ചെങ്ങിയാൻ എന്നാണ്, ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ വന്നതാണ്, CEO ആയിട്ടുള്ള പോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ചെങ്ങിയാൻ്റെ കയ്യിൽ ഒരു മൺവെട്ടി അവൾ കാണുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇതെന്ന് ചോദിക്കുമ്പോൾ, പണ്ട് ഞാനിവിടെ സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്, അതൊന്ന് എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് അവൻ അവിടെ പുല്ലിൻ്റെ ഇടയിൽ മണ്ണൊക്കെ കുഴിച്ച് എന്തോ ഒരു സാധനം നോക്കുന്നുണ്ട്. അപ്പം ലില്ലി ഭയങ്കര ആശ്ചര്യത്തോടുകൂടി എന്താ ഇവനിപ്പോൾ കുഴിച്ചെടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. അപ്പം ചിങ്ങാൻ കുഴിച്ചെടുത്തത് ഒരു ബോക്സ് ആയിരുന്നു, ഒരു ഇരുമ്പിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ വേറൊരു പെൻസിൽ ബോക്സും ഒരു ബുക്കും പിന്നെ ഒരു മോതിരമൊക്കെ ഉണ്ടായിരുന്നേ. അവനത് തുറന്ന വഴിക്ക് ലില്ലിക്ക് ഭയങ്കര കുഴിച്ചിട്ടതാ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ബുക്ക് എടുത്ത് ഡയറി വായിക്കുകയാണ്. ആ ഡയറിയിൽ ഇങ്ങനെയായിരുന്നു, മരത്തിന്റെ മുകളിൽ നല്ലൊരു പഴം കണ്ടപ്പോൾ ഞാൻ മരത്തേക്ക് വലിഞ്ഞു കയറി, അപ്പോഴാണ് പെട്ടെന്ന് കൈ വഴുക്കി നിലത്ത് വീണത്. പക്ഷെ നിലത്ത് വീണെങ്കിൽ പറയുമ്പോൾ തന്നെ ലില്ലി അതിന്റെ ബാക്കി പറയാണ്, എനിക്ക് പെയിൻ ഉണ്ടായേ ഇല്ല, കാരണം എൻ്റെ താഴെ ജാംഗ്ലീലി ഉണ്ടായിരുന്നു എന്നായിരുന്നു അതിൻ്റെ ബാക്കി. അത് പറഞ്ഞത് ലില്ലിയാണ്. അപ്പോൾ ചെങ്ങിയാണ് ലില്ലിനെ നോക്കിയിട്ട് അത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും സാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് ആലോചിക്കണ്ടേ, ലില്ലിയും ചെങ്ങിയാനും കൂടി ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ലില്ലി ചെങ്ങിയാൻ്റെ ഡയറിക്ക് എത്തിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവനത് മറച്ചു പിടിച്ചിട്ട് ഇപ്പം നോക്കാൻ പാടില്ല, ഞാൻ തരുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഡയറി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ചെങ്ങാൻ്റെ ഡയറി ലില്ലി നോക്കുമ്പോഴാണ് അതിൽ എഴുതിയേക്കുന്നത്, ലില്ലി അവൾ എന്നെ ബ്രൈഡ് ആവണം, അവൾ എനിക്ക് കല്യാണം കഴിക്കണം എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. അത് കണ്ടിട്ട് ലില്ലി ചിരിച്ച് ചെങ്ങാൻ്റെ മുഖത്ത് നോക്കിയിട്ട്, നിനക്ക് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ പിങ്ക് റാബിറ്റിൻ്റെ റിങ് കൊണ്ട് എൻ്റെ കയ്യിലിട്ടാൽ മതി, അപ്പോൾ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെങ്ങാൻ അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് നിൻ്റെ കയ്യിലിട്ട് തരുമെന്നും പറയുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ലില്ലി സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും അവിടെ പറയുന്ന കേൾക്കുന്നുണ്ട്, ലിറ്റിൽ ടിയാങ്നാൻ, അവൻ്റെ ശരിക്കും പേര് ലിറ്റിൽ ടിയാങ്നാൻ എന്നായിരുന്നു. അങ്ങനെ ലിറ്റിൽ ടിയാങ്നാൻ ഇവിടെ നിന്ന് പോയി, അവൻ ഇനി തിരിച്ചു വരില്ല, അവൻ ദൂരത്തേക്ക് പോയേക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ലില്ലി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചെറുപ്പത്തിൽ ലില്ലി കരയുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ലിറ്റിൽ ടിയാങ്നാൻ പോയി, അവന് മരിച്ചു പോയതാണോ, അവൻ എന്തെങ്കിലും തിരിച്ചു വരാത്ത, മരിച്ചുപോയ ആൾക്കാരല്ലേ തിരിച്ചു വരാത്തതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് ലില്ലി ചെങ്ങിയാനോട് പറയുന്നുണ്ട്, ഞാനൊന്ന് ചെറുപ്പത്തിൽ വിചാരിച്ച നീ മരിച്ചു പോയെന്നാ, അന്ന് ഞാൻ എന്തോരം കരഞ്ഞെന്നറിയോ, ഞാൻ കരഞ്ഞ് എനിക്ക് അസുഖം വന്നു 2 വർഷം ഞാൻ സ്കൂളിൽ പോകാണ്ട് ഇരുന്നിട്ടുണ്ട്, അത്ര എനിക്ക് വയ്യാണ്ടായി നീ ഇല്ലാണ്ട്. പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായി തേടിക്കൊണ്ട് നടക്കണം, ഞാൻ ഇതിനു വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ലില്ലി പറയുന്നത്, നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാന്ന് പറഞ്ഞിട്ട് അത് ഞൊണ്ടിത്തൊട്ടാന്ന് പറഞ്ഞ് രണ്ടുപേരും ഞൊണ്ടിത്തൊട്ടൊക്കെ കളിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴും തോറ്റോണ്ടിരുന്നത് ലില്ലിയായിരുന്നേ. പക്ഷേ ലില്ലിക്ക് വേണ്ടി അവൻ തോറ്റു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ തോറ്റു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വലുപ്പത്തിൽ അവർ കളിച്ച കളിയിൽ തോറ്റത് ചെങ്ങിയാനായിരുന്നു. രാത്രി സമയമായ ലില്ലി പാട്ടൊക്കെ പാടി ലാൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് ഷൂ ഒക്കെ അഴിച്ചു വെച്ച് അവൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലാൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ആരായിട്ട് അടുക്കുന്നത് ലേക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലേ ഭയങ്കര സങ്കടമായിട്ട് ഇരുന്നിരുന്നത്. ലില്ലി പക്ഷെ ഭയങ്കര സന്തോഷത്തോടുകൂടി നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കാതെ ഇന്ന് ഭയങ്കര ടയർഡായിട്ടില്ലേ, പോയി റെസ്റ്റ് എടുക്കുന്നു പറയുന്നു. അപ്പം ലില്ലി അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തിൽ പാട്ടൊക്കെ പാടി പോകുന്നുണ്ട്. അപ്പം ലേ ആണെന്ന് വെച്ചാൽ എന്തോ ഒരു കുട്ടി പോലെ എന്തോ ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു സങ്കടത്തോടുകൂടി. പിറ്റേ ദിവസം ലില്ലിയുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെങ്ങിയാനെയും കൊണ്ട് ലില്ലി പോവാണ്. ചെങ്ങിയാനെ കാണുമ്പോൾ തന്നെ അവളുടെ അമ്മ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അകത്തിരുത്തുന്നുണ്ട്. ലേ വന്നപ്പോൾ പോലും അവളുടെ അമ്മക്ക് ഈ ഒരു സന്തോഷം
സന്തോഷമോ അല്ലെങ്കിൽ അതിഥികളെ ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു മട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെങ്ങിയാനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവരിയ്ക്കുകയാണ്. അച്ഛനാണെന്ന് വെച്ചാൽ എല്ലാ ഫുഡും റെഡിയാക്കിയിട്ട് വന്നേക്കാണ്. ഇപ്രാവശ്യം അച്ഛൻ മാത്രമല്ലേ ചെങ്ങിയാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്മ ചെങ്ങിയാന് കുറേയൊക്കെ ഇട്ട് വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ലില്ലി അച്ഛനോട് പറയാണ്, അതെ ലാക്ക് കൊടുക്കാനായിട്ട് എനിക്ക് കുറച്ച് സൂപ്പ് പാക്ക് ചെയ്ത് തരണം കേട്ടോ എന്ന് ഇടയിൽ കൂടെ പറയുന്നുണ്ട്. അച്ഛന് അതിനൊക്കെ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി അച്ഛനും അമ്മയും കൂടി യാത്രയൊക്കെയാണ്. ലില്ലി എന്ന് വെച്ചാൽ ലാക്ക് പാക്ക് ചെയ്യാനായിട്ട് അടുക്കളയിൽ തന്നെ നിൽക്കുന്നു. ലില്ലി വരുന്നതിന് മുമ്പ് തന്നെ ചെങ്ങിയാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ചെങ്ങിയാൻ പോയതിന് ശേഷമാണ് ലില്ലി കിച്ചണിൽ നിന്ന് വരുന്നത് അമ്മ കാണുന്നത്. അമ്മ അപ്പം തന്നെ പറയുന്നുണ്ട്, ഓ ഇവൻ എൻ്റെ സണ്ണിലോ ആയിരുന്നെങ്കിൽ, ഇവൻ എൻ്റെ മരുമകനായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ലില്ലി അവിടെ നിന്ന് ഓടി വന്നിട്ട്, അമ്മ ലേ ആണ് നിങ്ങളെ മരുമോന്, അല്ലാണ്ട് ഇവനല്ല, ലേ മതി എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ, നീ അപ്പം അവൻ്റെ ഒപ്പം പോയില്ലേ, ഇമ്മ കുടയും കൊണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, കുടയും കൊണ്ട് അവൻ്റെ ഒപ്പം പൊക്കോ എന്ന് പറഞ്ഞ് ചെങ്ങിയാൻ്റെ കൂടെ ലില്ലിനെ വിടും. അപ്പോൾ ചെങ്ങിയാൻ ലില്ലിയുടെ കയ്യിൽ ആ കാസറോൾ കണ്ടപ്പോൾ ലില്ലിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നാണോ നീ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി, ഏയ് നിനക്ക് വേണ്ടിയല്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ചെങ്ങിയാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കാട്ടുന്നുണ്ട്. അപ്പോൾ ചെങ്ങിയാൻ്റെ മുഖത്ത് ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ചെറുപ്പത്തിൽ ചെങ്ങിയാൻ ഇവിടെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു. അത് വെറും ചെറിയ മോഹം മാത്രമായിരുന്നില്ല. ഇപ്പോൾ വലുതായപ്പോഴും ലില്ലിനോട് അവനക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ലാൻ്റെ കാര്യം ലില്ലി ചെങ്ങിയാനോട് പറഞ്ഞപ്പോൾ അവനാകെ സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ അവരതൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലില്ലിയും ചെങ്ങിയാനും ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് ചെങ്ങിയാൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഇങ്ങോട്ട് നീങ്ങി നിൽക്കലങ്ങ് നനയെന്ന് പറഞ്ഞ് തോളിലൂടെ കൈയിട്ട് രണ്ടുപേരും കുടയും ചൂടി പോവാണ്. ലില്ലിക്ക് പക്ഷേ അവനങ്ങനെ പിടിച്ചതിലോ ഒന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. കാരണം ലില്ലി അവൻ അത്ര നല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളെ ബാക്കിലൂടെ ഇത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നത്. ലയുടെ മുഖത്ത് ആകെ സങ്കടമുണ്ട്. അത് സങ്കടത്തോടുകൂടി അവർ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ലില്ലി എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ വീട്ടിലെത്തിയിരുന്നു. അവനിങ്ങനെ സോഫയിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ലില്ലി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ലാനെ കണ്ട വഴിക്ക് ലില്ലിക്ക് സന്തോഷത്തോടെ വന്ന് അവൻ്റെ എടുത്തിരുന്നിട്ട് അമ്മ ഉണ്ടാക്കി വെച്ച ആ സൂപ്പ് ലില്ലി കൊണ്ടുവന്നായിരുന്നല്ലോ, അതെടുത്തിട്ട് ലേക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി ചെയ്തതാണോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ലില്ലി പറയാണ്, ഏയ് നിനക്ക് വേണ്ടിയല്ല, ചിങ്ങാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ലേക്ക് ഒന്നും കൂടി സങ്കടമാവും. അപ്പോൾ അമ്മക്ക് ചിങ്ങാനെ ഭയങ്കര ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി, അമ്മക്ക് അവനെ മരുമോനായിട്ട് വേണമെന്ന ആഗ്രഹം എന്നൊക്കെ ലില്ലി പറയുന്നുണ്ട്. പിന്നെയാണ് ലില്ലിക്ക് ആ ബോധം വന്നത്. അവൾ പെട്ടെന്ന് ലാൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കിയപ്പോൾ അവൾ ലാനോട് പറയാണ്, പക്ഷെ അത് നടക്കൂലല്ലോ, എൻ്റെ അമ്മയ്ക്ക് ആകെ 2 മരുമക്കൾ ഉണ്ടാവാൻ പോണേ, ഒരെണ്ണം ഞാൻ ചെയ്യും, ഒരെണ്ണം ലൈവാ, അല്ലാണ്ട് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞ് ലില്ലി ലാനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചിങ്ങാനെന്ന് വെച്ചാൽ തിരിച്ചവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാലിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആലോചിക്കുന്ന ലില്ലി പറഞ്ഞ കാര്യങ്ങളാണേ. ലില്ലിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൻ ഭയങ്കര റിച്ചാ, ഭയങ്കര കെയറിങ്ങാ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് പോരാനിട്ട് ലില്ലി പറഞ്ഞിരുന്നു ഈ ലോകത്തെ ഏറ്റവും നല്ല ആൾ അവനാന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ചിങ്ങാന് തീരെ ഇഷ്ടമായിട്ടില്ല. അവനാകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ലെമൺ കമ്പനിയിലാണ് കാണിക്കുന്നത്. ഇപ്പം ലില്ലിയുടെ റോളൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പം അവിടെ റോള് ബൈസിയാറാമിനല്ലേ. അങ്ങനെ ബൈസിയാറാമിൻ്റെ കാലിൻ്റെ വയ്യായൊക്കെ കഴിഞ്ഞ് അവൾ ലെമൺ കമ്പനിയിൽ തിരിച്ച് വർക്കിന് കയറിയേക്കാണ്. ഇപ്പോൾ വർക്കേഴ്സിന് എല്ലാവർക്കും ആശ്ചര്യമാണ് ഉള്ള സ്വഭാവം കണ്ടിട്ട്. കാരണം രണ്ടും നല്ല ചേഞ്ച് ഇല്ലേ. ലെമൺ കമ്പനിയിൽ എന്തോ റിപ്പോർട്ട് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സിയാറ എല്ലാ വർക്കേഴ്സിനോടും ദേഷ്യപ്പെടുന്നുണ്ടേ. അതുപോലെ ആരെന്ത് വർക്ക് ചെയ്ത് സിയാറാവിന് കൊടുത്താലും അവൾക്ക് ഒരു തൃപ്തിയും വന്നിരുന്നില്ല. അവൾ എല്ലാത്തിനും ഒരു കുറ്റവും പറഞ്ഞിരുന്നു. അത് പെർഫെക്റ്റും അല്ലേ താനും. സിയാറ നല്ല പെർഫെക്റ്റായ സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ കുറേ വർക്കേഴ്സിനെ ഇങ്ങനെ ചീത്ത പറയുന്ന കണ്ട് കുറേ നേരം സൈന അതൊക്കെ കേട്ട് മിണ്ടാതിരുന്നു കേട്ടോ. സൈന അത് സഹിക്കാൻ പറ്റാതെ അവൻ എണീറ്റ് സിയാറാനോട്, നീ ആരാന്ന് നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിച്ച് ചൂടാകുമ്പോൾ സിയാറാൻ കാര്യത്തിൽ തന്നെ നീ ആരാ അത് ചോദിക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ സൈന് എപ്പോഴും പറയാൻ പോലെ, ഞാൻ ഫ്യൂച്ചറിലെ സിഒയാ, എന്നോട് നീ തട്ടിക്കയറുന്നോ, ഞാൻ സിഒ ആയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അഴി എണ്ണിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിയാറാന് മനസ്സിലായത് അത് ലാൻ്റെ ബ്രദറാണെന്ന്. അപ്പോൾ സിയാറ, ഓ നീയാണല്ലോ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാൻ പറയണ, നീ എന്ത് വെറുതെ അഭിനയിക്കണോ, എന്നെ അറിയാത്ത പോലൊക്കെ കാട്ടിയിട്ട്. സാനും പിന്നെ ചൂടായി വരുമ്പോൾ സിയാറ, അവൻ എത്ര ദിവസം ആബ്സെൻ്റ് ആയിട്ടുണ്ട്, എത്ര ദിവസം ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, എത്ര ദിവസം പണിയില്ലാതെ നിന്നിട്ടുണ്ട്, എത്ര ദിവസം ഗെയിം കളിച്ചിട്ടുണ്ട്, എത്ര ദിവസം സ്നാക്ക് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഡിങ്ഡോങ്ങിനോട് ഇവൻ്റെ സാലറി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സിയാറാൻ്റെ വർത്താനം കേട്ടിട്ട് സാൻ അവളെ തല്ലാനായിട്ട് ഇവളെ ഞാനിന്ന് എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഡിങ്ഡോങ് അവനെ പിടിച്ച് അവളുടെ സീറ്റിലിരുത്തിയിട്ട്, നീ ഇപ്പോൾ വർക്ക് ചെയ്യുക, അവളെ വെറുതെ ചൊറിയാൻ ചെല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തുന്നുണ്ട്. ഡിങ്ഡോങ് അങ്ങനെ എന്തോ ഒരു ഫയലായിട്ട് സിയാറാൻ്റെ ഓഫീസ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ലില്ലി ഉണ്ടായിരുന്നപ്പോൾ അവൾ എങ്ങനെയാണോ കയറി ചെന്നത് അതുപോലെ ഒന്നല്ല ഇപ്പോൾ കയറി ചെല്ലണേ. ഇപ്പോൾ ഭയങ്കര
എളിമത്തത്തോടുകൂടി ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയൊക്കെ ഡോറിലൊക്കെ മുട്ടിയിട്ടൊക്കെയാണ് അവള് സിയാറാമിൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ അവൾ എന്തോ ഫയലൊക്കെ കാട്ടി തന്ന് സിയാറാം പറയാണ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയ പിന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വഷളായി, ആരും ഒരു നല്ല പണി എടുക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നിങ്ങളിനി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കണം, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ലില്ലി, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ ആയേ എന്ന് പറയുമ്പോൾ സിയാറാം ലില്ലി അപ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു, അവൾ എങ്ങനെ പെരുമാറിയിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഡിങ്ഡോങ് പറയാണ്, ലില്ലിക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവൾ എല്ലാവരോടും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ സിയാറാം ദേഷ്യത്തിൽ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഡിങ്ഡോങ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഡിങ്ഡോങ് പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സിയാറാം അവിടെ നിന്നൊരു കണ്ണാടി എടുത്തിട്ട് അവളുടെ മുഖം നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സൈഡ് ചെരിഞ്ഞൊരു ചിരിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് പറ്റുന്നില്ല. കാരണം അവൾ എപ്പോഴും മുഖത്തൊരു ഗൗരവമാണല്ലോ ഫിറ്റ് ചെയ്തുകൊണ്ടായിരുന്നായിരുന്നു. ലില്ലിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിങ്ങിയാൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങിയാന് അവൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ലില്ലി നീ ഭയങ്കര റിച്ചാലേ, എനിക്ക് ഇത്ര വലിയ ഫുഡൊക്കെ വാങ്ങിത്തരാൻ ചോദിക്കുമ്പോൾ ചിങ്ങിയാൻ വലിയ റിച്ചാ അല്ലെങ്കിലും നിനക്ക് ഈ ഫുഡൊക്കെ വാങ്ങിത്തരാനുള്ള പൈസ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് ചിങ്ങിയാനും കോമഡി അടിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് നിങ് വരുന്നത്. നിങ്ങനെ കണ്ടത് ലില്ലിക്ക് അത്ഭുതമായിട്ട് നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിങ്ങാൻ നിങ്ങിന് ലില്ലിനെ പരിചയപ്പെടുത്താൻ പോകുമ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് അവൾ ഓൾറെഡി അറിയാം, നീ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവർ 3 പേരും അങ്ങനെ കമ്പനി അടിച്ചിരിക്കുകയാണ്. ചിങ്ങാൻ ലില്ലിനോടുള്ള പെരുമാറ്റം കണ്ടിട്ട് അവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നാണ്, എന്തായാലും ലാനോട് നിങ്ങിനൊരു തരി ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ, അതിനെന്തോ ഒരു വഴി കിട്ടി എന്നുള്ള മുഖേന ലില്ലിനെയും ചിങ്ങിയാനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതായത് ലില്ലിയും ചിങ്ങിയാനും അവർ ചെറുപ്പത്തിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത്, എന്തൊക്കെ കളിച്ചിരുന്നത്, ഏതൊക്കെ ഫുഡാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന രൂപത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ലില്ലിയുടെ ചുണ്ടിൻ്റെ അവിടെ എന്തോ ഒരു ഫുഡ് ഇരിക്കുന്ന കണ്ടിട്ട് അത് ചിങ്ങിയാന് തട്ടി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചിങ്ങിയാനൊരു കോള് വരുമ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പം ലില്ലിയുടെ അടുത്തേക്ക് എണീറ്റിരുന്നിട്ട് ലില്ലിയോട് പറയാം, ചെറുപ്പത്തിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം തീരുമാനിച്ചിരുന്നല്ലേ, വലുപ്പത്തിൽ നിനക്ക് ആ ആഗ്രഹം ഉണ്ടാ, അവനക്കെങ്ങനെ നിന്നോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലില്ലി ചിരിച്ചോണ്ട് അയ്യോ അത് ചെറുപ്പത്തിലുള്ളതല്ലേ, ഇപ്പം അങ്ങനെ ഒന്നുമില്ല, ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, അത് ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞിരുന്നതാ, പോരാത്തതിന് എനിക്കിപ്പോൾ ലേന ഇഷ്ടമല്ലേ, ഞാൻ ലേനല്ലേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വേഗം വിഷയം മാറ്റിയിട്ട് ലില്ലിനോട് എൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് വരുമോ, എനിക്ക് കുറച്ച് സാധനം വാങ്ങാനാണെന്ന് പറയുമ്പോൾ ലില്ലി ആദ്യമൊന്നും മടിച്ചെങ്കിലും നിങ്ങൾ പിന്നെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം പോകാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 2 പേരും കൂടി ഒരു ജെൻസിൻ്റെ ഷോപ്പിലാണ് പോയിക്കണേ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു കോട്ടും ടൈയൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ലില്ലി വന്നിട്ട് ഇത് നല്ല ഭംഗിയുണ്ട്, ഇതുപോലത്തെ കോട്ട അല്ലേ ഇടാതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയാണ് അവനക്ക് ബ്ലൂ ഇഷ്ടമല്ല, അത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ലില്ലി ഇങ്ങനെ ഒരു ടൈ കാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാണ് ഇത് ഫോർമൽ ഫ്രണ്ട്സ് കൊടുക്കണമല്ലോ ടൈ ഒക്കെ, എനിക്കിത്തിരി പേഴ്സണലായിട്ട് അടുപ്പുള്ള ആൾക്ക് കൊടുക്കുന്നതാണ്, അപ്പോൾ ടൈ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ലില്ലി ഒരു പെർഫ്യൂം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറയണം അവൻ പെർഫ്യൂം ഉപയോഗിക്കില്ല, അതുകൊണ്ട് പെർഫ്യൂം വേണ്ട എന്ന് പറയുന്നു. ലില്ലി അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇതിപ്പോൾ ആരാ ഇനി ലേക്കെങ്ങാനോട് ഇവള് വാങ്ങിക്കൊടുക്കുന്നത്, ആർക്കാ വാങ്ങുന്നതെന്ന് എന്നോട് പറയണമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്തോ പാക്ക് ചെയ്തിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി അവളുടെ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ചിങ്ങിയാൻ്റെയും നിങ്ങിൻ്റെയും ഒന്നിച്ചുള്ള ഫോട്ടോ ആയിരുന്നു അവളുടെ പ്രൊഫൈല്. അത് കണ്ടിട്ട് ലില്ലിക്ക് ആരും മനസ്സിലായെന്ന മട്ടിൽ ഒരു ചിരിക്കുന്നുണ്ടേ. ഓ അപ്പോൾ ചിങ്ങാനിയാണല്ലേ ഈ ഗിഫ്റ്റ് വാങ്ങുന്നത്, ഇങ്ങനെ ചിങ്ങാനോട് ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ലില്ലി ആലോചിച്ചുകൊണ്ടിരുന്ന് അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഇങ്ങനെയോട് ലില്ലി ചോദിക്കുകയാണ്, എനിക്ക് ചിങ്ങാനി ഇഷ്ടമാണോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനോട് തുറന്നു പറഞ്ഞൂടെ, ഈ ഗിഫ്റ്റൊക്കെ അവന് വാങ്ങിയല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പം നിങ്ങും അതെ അവൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്, പിന്നെ നിനക്കങ്ങനെ മനസ്സിലായി എനിക്ക് അവനെ ഇഷ്ടമാണെന്നുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും നിങ്ങനില്ല എന്നോടാണ് ഇഷ്ടം, ഇവളെന്തോ ഒരു സൂത്രപ്പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചിങ്ങിയാനെ ഇഷ്ടമാണെന്ന് വെറുതെ അഭിനയിക്കുന്നത്. അപ്പം ലില്ലി നിങ്ങും കൂടി നല്ല ഫ്രണ്ട്സ് ആയിട്ട് ലില്ലി നിങ്ങിന് വാക്ക് കൊടുക്കുകയാണ്, ചിങ്ങിയാനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് കുറേ ലവ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്നോട് ഇഷ്ടം വരുത്തിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളോട് ആകാൻ ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരാൾ അറിയാൻ പാടില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ചിങ്ങിയാൻ്റെ കാര്യം ലേ അറിയാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ ലില്ലി അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ലേൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ലേ അവിടെ ഇരുന്നതോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലില്ലി വന്നിട്ട് ലേനോട് ഞാനിന്ന് ചിങ്ങിയാൻ്റെ ഒപ്പം പോയേക്കാണ്, അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ ലേനോട് പറയുന്നുണ്ടെങ്കിലും ലേക്ക് അത് കേട്ടിരിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് ചിങ്ങിയാൻ്റെ ഫ്രണ്ടാണെന്നും ലില്ലി ലേനോട് തുറന്നു പറയുന്നുണ്ട്. അത് ലേക്ക് ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ലില്ലി അത് ആരോടും പറയരുതെന്ന് പറഞ്ഞത് ഓർക്കാതെ ലേനോട് അത് പറയാൻ പോകുന്നുണ്ടെങ്കിലും പിന്നെ അത് അവള് പറയാതെ ആ വിഷയം മാറ്റി വേറെ പലതും സംസാരിക്കുന്നുണ്ട്. ചിങ്ങിയാൻ്റെ കോൾ വരുമ്പോൾ ലില്ലി അത് അറ്റൻഡ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേക്ക് കുശുമ്പായിട്ട് അവൻ വയറുവേദന എടുക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ലില്ലിനോട് മെഡിസിൻസ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ലില്ലിക്കാണെങ്കിൽ ലേക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹിക്കാൻ പറ്റില്ലല്ലോ. ലില്ലി ഇവൻ്റെ വയറുവേദന കണ്ടപ്പോൾ തന്നെ ചിങ്ങി അവൻ ലൈനിൽ ഉണ്ടായിട്ട് പോലും ആ ഫോൺ അവിടെ വെച്ചിട്ട് അവൾ പോയി മരുന്നെടുത്ത് ലേക്ക് കൊണ്ടുവന്ന്
കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ലില്ലി മരുന്നെടുക്കാൻ ഓടിയ ആ സ്പോട്ടിൽ തന്നെ ആ ഫോൺ എടുത്തിട്ട് ചിങ്ങിയാനോട് ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടാണ്, അവൾ എനിക്ക് മെഡിസിൻ എടുക്കാൻ പോയേക്കാണ്, നീ ഇനി വേറെ ഒന്നും എനിക്ക് പറയാനില്ല ശരിയെന്നാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ലില്ലി അറിഞ്ഞിട്ടില്ലേ. ലില്ലിയുടെ ഫോൺ എടുത്തതെന്ന് അറിയാത്ത മട്ടിൽ അവൻ എടുത്ത പോലെ തന്നെ ആ ഫോണ് ചെരിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സോഫയിൽ പോയി കിടന്ന് വയറുവേദന എടുക്കുന്ന പോലെ അഭിനയിക്കുന്നു. അങ്ങനെ ലില്ലി വന്ന് മരുന്നൊക്കെ കൊടുത്ത് ലില്ലിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു.